Namaskaram, football fans. Bayern Munich fans. Here we go. Joao Palhinha is a Bayern Munich player. കഴിഞ്ഞ വർഷം വെച്ച് തുടങ്ങിയ ഒരു സാഗ അവസാനം ഈ ഒരു വർഷം അവസാനിച്ചു. ഈ മറ്റേ ക്യാമറ ഷേക്കിനൊക്കെ വിട്ടു. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇല്ല ഇവിടെ എടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോറി. അപ്പോ പലീനിയ ഫൈനലി മേക്സ് എ മൂവ് ടു ബയൺ മ്യൂണിക്. ഒന്ന് രണ്ട് ചെറിയ ഡീറ്റെയിൽസും കൂടെ സോർട്ട് ഔട്ട് ആവാനുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു വലിയൊരു തടസ്സമായി മാറുന്നുള്ളത്. കുറെ നാളത്തെ ശേഷമുള്ള ഒരു കാത്തിരിപ്പിന് അവസാനം ഒരു സൊല്യൂഷനായി. പലീനിയ ഈസ് കമ്മിങ് ഇൻ ടു ബയൺ മ്യൂണിക്. ഒരു പ്രോപ്പർ ഡിസ്ട്രോയർ, ടോൾ, ലാങ്കി, നല്ല ഫിസിക്കലി നല്ല അത്ലറ്റിക് ആയിട്ട് നല്ല മൂവ്മെന്റ് ആയിട്ട് ഈ കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ബയൺ മ്യൂണിക് ഒക്കെ ഹൈ പൊസിഷൻ ഗെയിം കളിക്കാൻ പോവല്ലേ. നമ്മുടെ വിൻസെന്റ് കമ്പനിയുടെ ടീമിന് വേണ്ടിയിട്ട് ഹൈ പൊസിഷൻ ഹൈ അറ്റാക്കിംഗ് ഗെയിം കളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വേണ്ട ഒരു തരത്തിലുള്ള ഒരു ഡിസ്ട്രോയർ, അതായത് പെട്ടെന്ന് ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കവറപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോൾ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന ഒരു പക്ഷെ ആ ഒരു പൊസിഷനിലെ ഒരു പേര് എന്ന് പറഞ്ഞാൽ എൻഗോളോ കാണ്ടയാണ്. അപ്പോ കാണ്ടെ സ്റ്റൈലുള്ള മൂവ്മെന്റ് ആൻഡ് പലീനിയുടെ ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ അന്യായ ടാക്കിൾസ് ആണ്. ചെക്കന്റെ ഒരു നല്ല റീച്ച് ആണ്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ലോണം ടാക്കിൾ ചെയ്യും, ടാക്കിൾ വിൻ പെർസെന്റേജ് കൊള്ളാം, റാഷ് ടാക്കിൾസ് അല്ല, പൊതുവെ നല്ല ടാക്കിൾസ് ആണ്, നല്ല ഗെയിം അവയർനെസ് ഉള്ള ഒരു വ്യക്തിയാണ്. വെരി വെരി ഗുഡ്. ഒരുപാട് പൊസഷൻ ബേസ്ഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പലീനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തൊരു കാര്യമില്ല. അതായത് ഒരു ഫെബീനിയോ സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ബുസ്കറ്റ് സ്റ്റൈലുള്ള ഒരു പ്ലെയർ അല്ല. അതായത് ഗെയിം കൺട്രോൾ ചെയ്ത് ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല. മേ ബി ഹി ക്യാൻ ലിങ്ക് അപ്പ് വിത്ത് ഡിഫൻസീവ് ആൻഡ് മിഡ്ഫീൽഡ്, ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ടല്ല എന്നല്ല. പക്ഷെ അത് ഗെയിം കൺട്രോൾ ചെയ്ത് ഗെയിമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു ഗെയിം കൺട്രോളറിനെ വെച്ചിട്ട് കൂടെ തന്നെ ഒരു നമ്പർ 8 ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് പലീന എന്നുള്ളത് യാതൊരു സംശയമില്ല. ആൻഡ് ഹി ഈസ് എക്സെപ്ഷണൽ ഇൻ ദാറ്റ്. അത് ചെയ്യുന്ന ഡ്യൂട്ടി മനോഹരമായിട്ട് ചെയ്യും, നല്ലോണം ഫിസിക്കലായിട്ട് കളിക്കും. പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് കളിക്കുന്നവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഫിസിക്കാലിറ്റി. പിന്നെ പ്രീമിയർ ലീഗിൽ കളിക്കുന്നവർക്കും കുറച്ചും കൂടെ ടെക്നിക്കലി കുറച്ചും കൂടെ പ്രൊഫഷൻ്റ് ആയിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസേഴ്സ് ഭയങ്കര അഗ്രസീവ് ആണ്. ഒരുപാട് ഫൗൾസ് ഒന്നും പൊതുവെ റെഫറീസ് അങ്ങനെ വിളിക്കാറില്ല. അപ്പൊ അതാവുമ്പോൾ കുറച്ചും കൂടെ ടെക്നിക്കലി സൗണ്ട് ആയിരിക്കണം, ഫസ്റ്റ് ടച്ച് നല്ലതായിരിക്കണം, ബോൾ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് പാസ് കൊടുക്കാൻ അറിയണം. ഈവൻ ദോ സേഫ് പാസ് ആണെങ്കിൽ പോലും ബോൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് ബോൾ നഷ്ടപ്പെടാനൊന്നും പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ആ നമ്പർ 6/8 റോളിന് വേണ്ടിയിട്ട്. ആൻഡ് പലീനി അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ചെൽസി ആയിട്ടുള്ള ഒരു കളിയില് പലീനി എടുക്കുന്നില്ല. ചെക്കൻ നമ്മളെപ്പോ കൗണ്ടർ അറ്റാക്കിങ്ങിന് വേണ്ടി പോയാലും അല്ലെങ്കിൽ എപ്പോൾ അറ്റാക്ക് മുന്നേ കഴിഞ്ഞാലും ചെക്കൻ വരും ഒരു ടാക്കിളായിട്ട്. അപ്പൊ ഈ ഫുൾഹമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾഹം അങ്ങനെ ഒരു ഹൈ പൊസിഷൻ ബേസ്ഡ് കളിക്കുന്ന ഒരു ടീം അല്ല. എനിക്ക് തോന്നുന്നു പലീനിയുടെ സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പൊസിഷൻ ബേസ്ഡ് കളിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്സ് വരുമ്പോൾ അതിനെ നിർത്താൻ വേണ്ടിയായിട്ട് അവന്റെ ആ ഒരു സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് ഗെയിമൊക്കെ കൺട്രോൾ ചെയ്ത് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പലീനി ഹാസ് നോട്ട് ദാറ്റ് ആൻസർ. പക്ഷെ അതിന് വേറെ പ്ലേയേഴ്സ് ഉണ്ട്. ആ പ്ലേയേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ വിൻസെന്റ് കമ്പനി യൂസ് ചെയ്യേണ്ടി വരും. എല്ലാം കൂടി ഒരു പ്ലെയറിനെ ഇന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോളിഡ് സൈനിങ്, ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈവൻ പലീനി ആഗ്രഹിച്ച ഒരു സൈനിങ് തന്നെയാണ്. തോമസ് ടൂക്കലിന്റെ സമയത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും എന്നുള്ളത് നമുക്ക് അറിയില്ല. ബട്ട് അവസാനം പലീനിയ ടു ബയൺ മ്യൂണിക്. എപ്പോഴത്തെ പോലെ നിങ്ങളുടെ തോട്ട്സ് ബയൺ മ്യൂണിക് ഫാൻസ്? What do you think about Palhinha signing? Do let me know in the comment section. Thank you so much for watching. Signing off, SK from Football is Live.